നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവർ ഉണ്ട്. പിന്നീട് അവരുടെ നിരപരാധിത്വം തെളിഞ്ഞാലും ആ സമയങ്ങളിൽ കുറ്റക്കാരനായി അവർ കടന്നുപോയിട്ടുള്ള ഒരു മാനസിക സംഘർഷം അതൊരു പക്ഷേ അത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള മറ്റൊരാൾക്ക് മാത്രമായിരിക്കും മനസ്സിലാവുക. പലപ്പോഴും ഇത്തരത്തിൽ പലരും പലതരത്തിലുള്ള ചെയ്യാത്ത കുറ്റത്തിന് പലപ്പോഴും പലരുടെയും കുത്തുവാക്കുകളൊക്കെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഏറെ ഇന്ന് ചർച്ചയായിട്ടുള്ള വിഷയം, അയൽവീട്ടിലെ സ്വർണ്ണമാല മോഷണം പോയ സംഭവത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ട യുവതി വിഷം കഴിച്ചു മരിച്ചത്. ആ പെൺകുട്ടി മാനസിക പീഡനം അനുഭവിച്ച് ഒരു തരത്തിലും സഹിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ്. മുടിയാർ സ്വദേശിനി ജസീല, 24 വയസ്സാണ് പ്രായം, മരിച്ചത്. മരണത്തിന് മുൻപ് ജസീല റെക്കോർഡ് ചെയ്ത വീഡിയോ സന്ദേശം പുറത്തു വന്നതോടെ സംഭവത്തിൽ ഭർത്തൃ വീട്ടുകാർക്കും അയൽവാസികൾക്കും പോലീസിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. ഭർത്തൃ വീടിന് സമീപത്തെ വീട്ടിലെ കല്യാണാഘോഷത്തിനിടെ സ്വർണ്ണമാല കാണാതായിരുന്നു. ഇതിൽ ജസീലയ്ക്ക് പങ്കുണ്ടെന്നായിരുന്നു ആരോപണം. പരാതിയെ തുടർന്ന് ആദൂർ പോലീസ് ജസീലയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ മോഷണത്തിൽ ജസീലയ്ക്ക് പങ്കുള്ളതായി പോലീസിനെ കണ്ടെത്താനായില്ല. സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചെങ്കിലും നാട്ടുകാരും വീട്ടുകാരും തന്നെ കള്ളിയായി മുദ്ര കുത്തുന്നുവെന്ന വിഷമത്തിലായിരുന്നു ജസീലയെന്നും ബന്ധുക്കൾ പറയുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ജസീല ചിത്രീകരിച്ച വീഡിയോയിൽ കണ്ണീരോടെയാണ് താൻ നേരിട്ട അപമാനം വിവരിക്കുന്നത്. ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എന്നെ എല്ലാവരും വേട്ടയാടുകയാണ്. എൻ്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദി ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയുമാണ്. മരിക്കുകയല്ലാതെ എനിക്ക് മുന്നിൽ മറ്റു വഴികളില്ല. സത്യം ഒരു നാൾ പുറത്തു വരും. പരാതി നൽകാൻ ചെന്നപ്പോൾ ആദൂർ പോലീസ് അത് സ്വീകരിച്ചില്ലെന്നും മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ ജസീല വ്യക്തമാക്കിയിരുന്നു. യുവതിയുടെ മരണമൊഴിയുടെയും വീഡിയോയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായോ എന്ന കാര്യം സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കും. നിലവിൽ ഭർത്തൃ വീട്ടുകാർക്കും അയൽവാസികൾക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ജസീലയുടെ കുടുംബം ശക്തമായ നിലപാടിലാണ്. ജസീല വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിട്ടുണ്ട്. സ്വർണം ഞാൻ എടുത്തെന്നാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയില്ല അങ്ങനെയൊരു സാധനമുള്ളത്. ഒരു സമാധാനവുമില്ല, മരിക്കേണ്ട അവസ്ഥയാണ്. സത്യം ആരും വിശ്വസിക്കുന്നില്ല. രേഖാമൂലം പരാതി കൊടുക്കാൻ ആദൂർ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ സമ്മതിക്കുന്നുമില്ല. എൻ്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദി എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയുമാണ്. ഞാൻ അധികം ജീവിച്ചിരിക്കില്ല. എന്നെ എന്തിനാണ് ഇങ്ങനെ നാണം കെടുത്തിയത്? സത്യം ഒരു ദിവസം തെളിയും. ഇതാണ് ജസീല വീഡിയോയിൽ പറയുന്നത്. അതായത് എത്രയൊക്കെ താനല്ല അത് അത്തരത്തിലെടുത്തിരിക്കുന്നത് എന്ന് പറയാൻ ശ്രമിച്ചിട്ടും സ്വന്തം ഭർത്താവോ ഭർത്താവിൻ്റെ ഉമ്മയോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഒപ്പം നിന്നില്ല. അവരെല്ലാം തന്നെ യുവതിയെ ഒരു മോഷ്ടാവായി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഈ കാര്യമൊന്ന് തുറന്നു പറയാനോ അല്ലെങ്കിൽ തന്നെ ആശ്വസിപ്പിക്കാനോ ആ വീട്ടിൽ ആ യുവതിക്ക് ആരും ഉണ്ടായിരിക്കില്ല. യുവതിയെ വനിതാ പോലീസുകാരുടെ സാന്നിധ്യമില്ലാതെയാണ് പോലീസ് ചോദ്യം ചെയ്തതെന്നും പരാതിയുണ്ട്. മോഷണവുമായി ബന്ധപ്പെട്ട ആദൂർ പോലീസ് ഔദ്യോഗികമായി കേസെടുത്തിരുന്നില്ലെന്നും ആരോപണമുണ്ട്. ജസീലയുടെ മരണമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പോലീസ് അന്വേഷണം നടക്കുക. ഏതായാലും പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള അതേ വേദനയിലൂടെ പലരും കടന്നു പോയിട്ടുണ്ടാവും. ഇവിടെ ഒരുപാട് ആളുകൾക്ക് എതിരെയാണ് പെൺകുട്ടി ശബ്ദമുയർത്തിയിട്ടുള്ളത്. തന്നെ ഒന്ന് ചേർത്ത് നിർത്താൻ പോലും ആരുമില്ലാതെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ദിവസങ്ങളായിരിക്കാം. അത്തരത്തിലൊരു വീഡിയോ താൻ മരിക്കുന്നതിന് മുൻപ് തെളിവായി ലോകത്തിന് കാണാൻ വേണ്ടിയിട്ടായിരിക്കാം പെൺകുട്ടി അത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ടാവുക. ഇനി ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം തന്നെ നടക്കണം. അത്തരത്തിലൊരു മോഷണം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ മാല എവിടെ പോയി, അത് ആരെടുത്തു എന്നുള്ളതിനെക്കുറിച്ചും സത്യം പുറത്തു പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ യുവതിയാണ് ഇവർ വേട്ടയാടിക്കൊണ്ടിരുന്നിരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവും ഭർത്തൃമാതാവും അയൽവാസികളും അവർക്കെതിരെയൊക്കെ തന്നെ കൃത്യമായിട്ട് അന്വേഷണം രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ കോഴിക്കോടും താൻ ചെയ്യാത്ത തെറ്റിന്
മനം നൊന്ത് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തത്. അന്ന് ഒരു പെൺകുട്ടി ബസ്സിൽ വെച്ച് ഒരു വീഡിയോ ചിത്രീകരിക്കുന്നു. ആ പെൺകുട്ടിയുടെ ദേഹത്ത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപക് എന്ന് പറയുന്ന വ്യക്തി തൊട്ടുരുമി യാത്ര ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തേജോവധം ചെയ്യാനായിട്ട് സമൂഹത്തിന് ഇട്ടുകൊടുത്തു. ആ വീഡിയോ ഇയാളുടെ മുഖമടക്കം കാണിച്ച് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്തു. പിന്നാലെ തന്നെ വലിയ രീതിയിൽ ആ വീഡിയോ വൈറലായിരുന്നു. പിന്നാലെ മനം നൊന്ത് ആ യുവാവ് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് താൻ ചെയ്ത തെറ്റിനെ താൻ അത്തരത്തിൽ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ അയാൾ പകരം കൊടുത്തത് അയാളുടെ ജീവനായിരുന്നു. ആ സംഭവം വലിയ രീതിയിൽ തന്നെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇവിടെയും സമാനമായ സംഭവം തന്നെയാണ്. ഇവിടെ സാഹചര്യം മാറുന്നു എന്നേ ഉള്ളൂ. ഇവിടെ താൻ ചെയ്യാത്ത മോഷണ കുറ്റം തൻ്റെ പേരിൽ അടിച്ചേൽപ്പിച്ച് ഭർത്താവും ഭർത്തൃ വീട്ടുകാരും അയൽവാസികളടക്കം കൂട്ടമായി വേട്ടയാടി എന്നാണ് ആ യുവതി തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പലപ്പോഴും മാനസികാരോഗ്യ വിദഗ്ധരുടെയൊക്കെ തന്നെ സഹായം തേടുക, അതിജീവിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളും പല വീഡിയോൻ്റെ താഴെയും വീഡിയോയ്ക്കൊപ്പം പല നമ്പറുകളും പറയാറുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. 1056, മറ്റൊരു നമ്പർ 047125520556. ചെയ്യാത്ത കുറ്റത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ പതറാതെ ശാന്തമായി കാര്യങ്ങൾ വ്യക്തമാക്കുക, തെളിവുകൾ നിരത്തി നിരപരാധിത്വം തെളിയിക്കാനും ആവശ്യമെങ്കിൽ നിയമസഹായം തേടാനും മടിക്കരുത്. നിങ്ങളുടെ സമാധാനം കളയാതെ സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ശാന്തത പാലിക്കുക. വൈകാരികമായി പ്രതികരിക്കാതെ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുക. തെളിവുകൾ ശേഖരിക്കുക. നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ കണ്ടെത്തുക. ആത്മവിശ്വാസത്തോടെ തന്നെ സംസാരിക്കുക. സത്യം ബോധ്യപ്പെടുത്താൻ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക. നിയമസഹായം തേടുക. ഗുരുതരമായ ആരോപണമാണെങ്കിൽ തീർച്ചയായിട്ടും നിയമസഹായം തേടുക.